ഇനി എന്താ എൻ്റെ അച്ഛൻ പോയി അച്ഛമ്മയും പോയി, എന്ത് ഇനി ആൾക്കാർക്ക് പോയി, ഇനി ഞാനാണ് തോന്നുന്നു. ഇനി അയാളെ 4 കൊല്ലം ജയിലിലിരുത്തിയിട്ട് പിന്നെയും വിടി, എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഓരോരോരുത്തർ ആൾക്കാരിനെ കൊന്നുകൊണ്ടേ ഇരിക്കും. ഇനിയും കൊല്ലുന്നു, എന്നിട്ടൊന്നും നടപടി വന്നില്ല. ഇപ്പൊ എന്റെ ചെയ്യാൻ അച്ഛനാണ്. ഈ മകളുടെ പൊട്ടിക്കരച്ചിൽ കേരളത്തിൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ മുൻ SP എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞതുപോലെ, ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ, ഒരുപക്ഷെ ഇവൻ ഈ കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയ ഒരു നരാധമൻ ആയിരിക്കണം. കാരണം ഇനി ഈ മകളെ കൂടി കൊലപ്പെടുത്താനായിരിക്കണം അവൻ ഒളിവിൽ പോയിരിക്കുന്നത് എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരുപാട് പരിചയസമ്പന്നനുമായ ജോർജ് ജോസഫ് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞത്. നമുക്കത് അവിശ്വസിക്കാൻ തോന്നില്ല. കാരണം ഇയാളുടെ രീതികൾ കണ്ടാൽ കുറേ കാലം മുമ്പ് അമ്മയെ കൊലപ്പെടുന്നു, അത് കഴിഞ്ഞിന്ന് അല്ലെങ്കിൽ ഭാര്യയെ കൊലപ്പെടുന്നു, ഇന്ന് ഭർത്താവിൻ്റെ അമ്മയും കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇനി ആ കുടുംബത്തിൽ 2 പെൺകുട്ടികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രതി ജാമ്യവ്യവസ്ഥകളെല്ലാം ലംഘിച്ച് നിയമങ്ങൾ കാറ്റിൽ പറത്തി നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിലസുമ്പോൾ നമ്മുടെ പോലീസുകാർ എന്താ ചെയ്യുക? 6 കൊല്ലം മുമ്പ് അമ്മയും ഇന്ന് അച്ഛനെയും മുത്തശ്ശിയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിലവിളി നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? പക എന്ന വാക്ക് ഇത്ര ഭയത്തോടെയും അറപ്പോടെയും ഞാൻ ഉച്ചരിക്കുന്നത് ഇന്നാണ്. പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതകം നമ്മുടെ നെഞ്ചുലയ്ക്കണം. കൊലപാതക കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങി തൻ്റെ ആദ്യ ഇരയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും വെട്ടിക്കൊലപ്പെടുന്നു. ചെന്താമര എന്ന നരാധമൻ്റെ മനോനിലയെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ ആശങ്ക തോന്നിപ്പോകുന്നെങ്കിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇങ്ങനെയൊരു കൊടും ക്രിമിനൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജാമ്യ ഉപാധികൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നത് പോലീസ് തന്നെയാണ്. കുറ്റകരമായ അനാസ്ഥയും വീഴ്ചയും കാര്യക്ഷമതയില്ലായ്മയുമാണ് നെന്മാറ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഉപാധികൾ പോകട്ടെ, പലതവണ വധഭീഷണി മുഴക്കിയെന്ന് പരാതിപ്പെട്ടിട്ടും ചെന്താമരയെ നിരീക്ഷണത്തിൽ പോലും വയ്ക്കാതിരുന്ന നെന്മാറ പോലീസ് 23ഉം 20ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ അനാഥരാക്കിയതിന് മറുപടി പറയേണ്ടി വരും. ഈ പെൺകുട്ടികൾക്ക് ഇനി ആരാണ് സംരക്ഷണം നൽകുക? ആഭ്യന്തര വകുപ്പിനോട് നമ്മളിത് പറയുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പോലീസിൻ്റെ കേന്ദ്ര തലത്തിലിരിക്കുന്ന ആളുകൾ പറയും. ഇത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് സാറേ കേരളത്തിൽ. എന്താണിത്? ഈ 2 പെൺകുട്ടികൾക്ക് ആരാണ് സംരക്ഷണം കൊടുക്കുക? ഈ നരാധമനെ ഈ ആയുധവും എടുത്ത് നെന്മാറയിലൂടെ വിലസാൻ അനുവദിച്ച പോലീസ് സംവിധാനത്തെക്കുറിച്ച് നെന്മാറയിലെ പോലീസ് സ്റ്റേഷനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ലജ്ജിക്കണം തീർത്തും.